ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു അടിപൊളി പറാത്ത സ്പെഷ്യൽ ഫുഡായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. കുറച്ച് വേപ്പില, കുറച്ച് പച്ചമുളക്, സവാള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവാളയാണ് എടുത്തിരിക്കുന്നത്. ഒരു വലിയ സവാളയും ഒരു മീഡിയം സവാളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ട് വഴണ്ടി വരാനായിട്ട് അതിലേക്ക് അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് പച്ചമുളകും വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഇനി അടുത്തതായി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബേ ലീഫ്, ഏലക്ക, പട്ട എന്നിവയാണ്. ഇത് നമുക്ക് നമ്മളുടെ സവാളയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ 2 സ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അടുത്തത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 2 സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. അതും 2 സ്പൂൺ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇതിൻ്റെ ഒരു പച്ച സ്മെല്ല് മാറിക്കിട്ടണം. മസാലയൊക്കെ മൂത്ത് വരുന്നൊരു സ്മെല്ല് നമുക്ക് കിട്ടണം. ഇവിടെ ഇപ്പോൾ എനിക്കിത്തിരി വെളിച്ചെണ്ണ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനിവിടെ ചേർത്തിരിക്കുന്നത് തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ പേസ്റ്റ് ആക്കിയതാണ്. എന്നിട്ട് നമ്മുടെ പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. എങ്കിൽ തന്നെയും അത്യാവശ്യം കുറുകിയൊരു കറിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ലാസ്റ്റ് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുക. ചിക്കൻ ചേർക്കുന്നതിനോടൊപ്പം തന്നെ 2 സ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് ഇളക്കുക. എന്നിട്ടെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഫുൾ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുക. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി നന്നായി ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് കൂടി ഒന്ന് തിളപ്പിക്കുക. ഇതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കുറച്ച് തേങ്ങയും കൂടി മിക്സിയുടെ ജാറിൽ അരച്ച് ചേർക്കുകയാണെങ്കിൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. നമ്മുടെ കറിയൊക്കെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം ചിക്കനൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. തക്കാളിയും കൂടി ചേർത്ത് ഒരു 2 മിനിറ്റ് കൂടി ഇട്ടൊന്ന് വേവിച്ചെടുക്കുക. കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ തിക്ക് ഗ്രേവി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ പത്തിരിയുടെ കോമ്പിനേഷനായിട്ടാണ് ഈ കറി ഉണ്ടാക്കിയത്. നല്ല തിക്ക് ഗ്രേവി ആയിട്ടുള്ള നല്ല സൂപ്പർ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.